കേരളത്തിലെ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആടിനെ പട്ടിയാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു വാർത്ത ഇന്നിപ്പോ തൃശ്ശൂരിൽ നിന്ന് കണ്ടു. തൃശ്ശൂരിൽ ഇന്ന് രാവിലെ മുതൽ തോരാമഴയാണ്. അതായത് തുള്ളിക്കൊരു കുടം എന്ന് പറയുന്ന പോലെ ഈ വർഷകാലം ആരംഭിച്ചതിന് ശേഷം, അല്ലെങ്കിൽ മുൻപ് തൃശ്ശൂരിന് പരിചയമില്ലാത്ത രീതിയിൽ മണിക്കൂറുകളോളം തോരാത്ത അതിശക്തമായിട്ടുള്ള മഴ പെയ്തൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. അപ്പോഴാണ് പൊടുന്നനെ കേരളത്തിലെ മാധ്യമങ്ങൾ പെട്ടെന്ന് ഈ പെരുമഴയത്ത് ഒരു ടാറിംഗ് നടത്തുന്നു തൃശൂർ കോർപ്പറേഷൻ എന്നുള്ള നിലയ്ക്ക് ഒരു വാർത്ത വരുന്നത്. അതായത് തൃശൂർ കോർപ്പറേഷന് കീഴിലുള്ള പഴയ നടക്കാവിന് സമീപം മാരാർജി റോഡിൽ പെരുമഴയത്ത് ടാറിംഗ് നടത്തുന്നു എന്നാണ് കൊണ്ടുപിടിച്ചൊരു വാർത്താ പ്രളയം ഇന്ന് വന്നത്. സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാകും. പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരു യാഥാർത്ഥ്യമുണ്ടല്ലോ, നേരത്തെ പറഞ്ഞ പോലെ ആടിനെ പട്ടിയാക്കുക എന്നുള്ളതാണ്. നുണ പുറത്ത് 2 വട്ടം പ്രചരിച്ചതിന് ശേഷം മാത്രമാണല്ലോ സത്യം ചെരുപ്പിട്ട് പുറത്തിറങ്ങുന്നത്. ആ നിലയ്ക്ക് നോക്കിയപ്പോഴാണ് അതിന്റെ വസ്തുതകൾ പുറത്തു വരുന്നത്. എന്തായാലും ആ വാർത്ത എവിടെ നിന്ന് ഉത്ഭവിച്ചു എന്ന് മാതൃഭൂമിയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. തൃശൂർ കോർപ്പറേഷനെ സംബന്ധിക്കുന്നിടത്തോളം മാതൃഭൂമിക്കും ഒപ്പം BJPക്കും വലിയ താല്പര്യമുള്ള ഒരു നഗരസഭയാണ്. അപ്പോൾ ആ കോർപ്പറേഷൻ കേന്ദ്രീകരിച്ച് വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുക എന്നുള്ളത് ചിലരുടെ ഉദ്ദേശമാണ് എന്നത് ആ സംഭവം തെളിയിക്കുന്നുണ്ട്. എന്തായാലും ആ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും ആ തൃശ്ശൂരിൽ നിന്നുള്ള റിപ്പോർട്ടർ തന്നെ ആരാണത് ചിത്രീകരിച്ച് യാഥാർത്ഥ്യമില്ലാത്ത വാർത്തയെ സംബന്ധിച്ച് 2 ഡയലോഗ് അടിച്ച് കൊടുത്തതെന്ന് അവർ തന്നെ പറയുന്നുണ്ട്.